ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL പുതിയ സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും. IPL മെഗാ ഓപ്ഷന് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ വാർത്തെടുത്ത സ്കോഡൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത IPL സീസണിൽ 10 ടീമുകളുടെയും ഓപ്പണിംഗ് റോളിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും എത്താൻ പോകുന്നത്. ഇത്തവണ മെഗാ ഓപ്ഷന് ശേഷം വമ്പൻ അഴിച്ചുപണികൾ നടത്തിയ ടീമുകൾ പുതിയ IPL സീസണിൽ ഏതൊക്കെ പ്ലെയേഴ്സിനായിരിക്കും തങ്ങളുടെ ആ ഒരു ഓപ്പണിംഗ് കോംബോ അല്ലെങ്കിൽ ഓപ്പണിംഗ് പെയറായി കൊണ്ടുവരാൻ പോവുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. CSKയിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണ CSKയുടെ ഓപ്പണിങ്ങിൽ ഋതുരാജ് ഗേക്വാദിൻ, ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിനൊപ്പം ഡെവൻ കോൺവേ ആയിരിക്കും എത്താൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ IPL സീസണിൽ കളിക്കാതിരുന്ന താരമാണ് CSKയുടെ പ്ലെയറായിരുന്ന ഡെവൻ കോൺവേ. സോ ഇത്തവണ ഡെവൻ കോൺവേ ഓപ്ഷനിലോട്ട് CSK തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും CSKയുടെ ഡെഡ്ലി ഓപ്പണിംഗ് കോംബോ ആയിട്ടുള്ള ഋതുരാജ് ഗേക്വാദ് ഡെവൻ കോൺവേ സഖ്യം വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സീസണിൽ കോൺവേക്ക് പകരം മറ്റൊരു ന്യൂസിലാൻഡ് ബാറ്ററായിട്ടുള്ള രജിൻ രവീന്ദ്രയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണർ റോളിൽ ഗേക്വാദിനൊപ്പം എത്തിയത്. എന്നാൽ ആ ഒരു ഓപ്പണിംഗ് കോംബോ പ്രതീക്ഷത്ര ഫലപ്രാപ്തി CSKയ്ക്ക് നൽകിയിട്ടില്ല. സോ ഇത്തവണ ഋതുരാജ് ഗേക്വാദും ഡെവൻ കോൺവേ ഓപ്പണിംഗ് സഖ്യമായിരിക്കും ചെന്നൈക്ക് വേണ്ടി അടുത്ത IPL സീസണിൽ കളിക്കാൻ എത്താൻ പോകുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് വരുവാണെങ്കിൽ പുതിയൊരു ഓപ്പണിംഗ് കോംബോ രണ്ട് ബാറ്റർമാരും LSCക്ക് ഇത്തവണ പുതുമുഖങ്ങളായിരിക്കും. കഴിഞ്ഞ സീസണിൽ KL രാഹുലും ഡിഗോ കുമാറും LSCയുടെ ഓപ്പണിംഗ് പെയർ. എന്നാൽ ഇത്തവണ ഇരു താരങ്ങളും LSC ജേഴ്സി ഇല്ല. സോ LSCയുടെ സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് റോളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആപ്റ്റായിട്ട് രണ്ട് പ്ലെയേഴ്സ്, ഒന്ന് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള മിച്ചൽ മാർഷും മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായിട്ടുള്ള എയ്ഡൻ മാർക്രോമാണ്. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓപ്പണിംഗ് പെയറിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണ ക്യാപ്റ്റൻ KL രാഹുലിനൊപ്പം ഡൽഹിയുടെ കഴിഞ്ഞ സീസണിലെ ഓപ്പണറായിട്ടുള്ള വെടിക്കെട്ട് ബാറ്റർ ഓസ്ട്രേലിയൻ യങ് ടാലൻറ്റഡ് പ്ലെയർ ജേക്ക് ഫ്രസർ മഗ്ഗർക്കായിരിക്കും എത്താൻ പോകുന്നത്. DC സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂടി അവർക്ക് ഓപ്പണിംഗ് റോളിലേക്ക് എത്തിക്കാം. ഫാഫ് ടു പ്ലസ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ തവണ DC സ്കോഡിലുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബിൾ DC KL രാഹുൽ ജേക്ക് ഫ്രസർ മഗ്ഗർ ഓപ്പണിംഗ് സെക്കൻഡായിരിക്കും അടുത്ത സീസണിൽ കളത്തിലിറക്കാൻ പോകുന്നതും. രാജസ്ഥാൻ റോയൽസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ജോസ് ബട്ട്ലർ ഇത്തവണ RR ജേഴ്സിയിലില്ല. സോ യശസ്വി ജയ്സ്വാളിനൊപ്പം ആ ഒരു ഓപ്പണിംഗ് റോളിലേക്ക് ഒരു പുതിയ താരത്തെ RRന് കൊണ്ടുവരേണ്ടതുണ്ട്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വരാൻ പോകുക. നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യ കളിച്ച T20 മത്സരങ്ങളിൽ ഓപ്പണർ റോളിലായിരുന്നു സഞ്ജു സാംസൺ എത്തിയതും തൻ്റെ മികവ് തെളിയിച്ചതും. സോ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ജേഴ്സിയിലും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. പഞ്ചാബ് കിങ്സിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണ ഒരുപാട് വമ്പൻ മാറ്റങ്ങൾ നടത്തിയ PBKs ഓപ്പണിങ്ങിലേക്ക് പ്രഭ്സിമ്രൻ സിംഗിനൊപ്പം ഓസ്ട്രേലിയൻ ബാറ്ററായിട്ടുള്ള ജോഷ് ഇംഗ്ലിസ് ആയിരിക്കും എത്താൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ പ്രഭ്സിമ്രനൊപ്പം നമുക്കറിയാം ക്യാപ്റ്റൻ ധവാനായിരുന്നു ഓപ്പൺ ചെയ്തത്. ഇത്തവണ ധവാൻ IPL കളിക്കുന്നില്ല. സോ ധവാന് പകരം ഓസ്ട്രേലിയൻ ബാറ്ററായിട്ടുള്ള ജോഷ് ഇംഗ്ലിസ് ആയിരിക്കും PBKസിൻ്റെ ഓപ്പണിംഗ് റോളിൽ പ്രഭ്സിമ്രൻ സിംഗിനൊപ്പം എത്താൻ പോകുന്നത്. RCBയിലേക്ക് വരുവാണെങ്കിൽ RCBക്ക് ഇത്തവണ ഒരു പുതിയ ഓപ്പണിംഗ് പെയറാണ്. കഴിഞ്ഞ സീസണിൽ വിരാട് കോഹ്ലി ഫാഫ് ടു പ്ലസി ഐഡിയൽ ഓപ്പണിംഗ് കോംബോ ആയിരുന്നു RCBക്ക്. എന്നാൽ ഇത്തവണ ഡുപ്ലസി RCB ജേഴ്സിയിലില്ല. സ്വാഭാവികമായിട്ടും വിരാട് കോഹ്ലിക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ നിർത്താൻ പോകുന്നത് ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ബിഗ് ഹിറ്ററായിട്ടുള്ള ഫിൽ സോൾട്ട് ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ KKRൻ്റെ ഓപ്പണിംഗ് പെയറായിരുന്നു നരേനൊപ്പം ഫിൽ സോൾട്ട്. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുവാണെങ്കിൽ ഗുജറാത്തിന് ഇത്തവണ ഡെഡ്ലി ഓപ്പണിംഗ് കോംബോ ആണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്ലറാണ് G2യുടെ ഓപ്പണിംഗ് റോളിലേക്ക് എത്താൻ പോകുന്നത്. കഴിഞ്ഞ സീസൺ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് പെയറായിരുന്നു ജോസ് ബട്ട്ലർ. KKRലേക്ക് വരുവാണെങ്കിൽ KKRനും ഇത്തവണ ഓപ്പണിംഗിൽ ഒരു മാറ്റമുണ്ട്. സുനിൽ നരേനൊപ്പം ഇത്തവണ ക്വിൻ്റൺ ഡിക്കോക്ക് ആയിരിക്കും ഓപ്പണർ റോളിൽ എത്താൻ പോകുന്നത്. മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇത്തവണ പുതിയൊരു താരമാണ് മുംബൈയുടെ ഓപ്പണിംഗ് റോളിലേക്ക് എത്താൻ പോകുന്നത്. ഇഷാൻ കിഷന് പകരം ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടർ വിൽ ജാക്സ് ആയിരിക്കും MA ഓപ്പണിംഗ് ജേഴ്സിയിൽ ഹിറ്റ്മാനൊപ്പം എത്താൻ പോകുന്നത്. ഫൈനലി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓപ്പണിംഗ് കോംബോയിലേക്ക് വരുവാണെങ്കിൽ ഒരു മാറ്റവുമില്ലാത്ത ഓപ്പണിംഗ് കോംബോ സൺറൈസേഴ്സ് ഹൈദരാബാദിന് സ്വന്തം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഡെഡ്ലി കോംബോ ഇത്തവണയും SRHൻ്റെ ഓപ്പണിംഗ് റോളിൽ തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.